ഹായ് ഫ്രണ്ട്സ്, ടൂറായിട്ട് പോവാം. പാട്ടിൽ നിങ്ങൾക്ക് മനസ്സിലായി. നമ്മൾ ടീച്ചേഴ്സ് മെമ്പർ 7 പേർ ഒരു കമ്പനി CEO. 7 പേർ ഭയങ്കര ആൻഡ്സമായിട്ടുണ്ട്. അതുമാത്രമല്ല ഒരു ജിമ്മൊക്കെ മാറി ഇങ്ങനെ അവർക്കൊരു ജിമ്മുണ്ട്. അതെ, ജിമ്മിക്ക് അവർ പോയിട്ട് ബോക്സിങ് അങ്ങനെയുള്ള ട്രെയിനിങ് എല്ലാം ചെയ്യുക. നിറയെ ജിമ്മിക്ക് വരുന്ന ഗേൾസ് എല്ലാം ട്രെയിനിങ് അവർ ട്രെയിനിങ് എടുക്കും. അത് മാത്രമല്ല വേറെ കൂടെ ട്രെയിനിങ് എടുക്കില്ല. എല്ലാം നിറയെ ഫാൻസ് ഗേൾസ് ഉണ്ട്. അവർക്ക് 7 പേർക്ക് അവർ നമ്പർ വൺ CEO. അവർക്ക് നിറയെ കമ്പനി ഉണ്ട്. ഓരോ നാളും ഓരോന്ന് കമ്പനിയിൽ അവർ ജോലി ചെയ്യുന്നത് നമുക്ക് ഓരോ നാളും ഓരോന്ന് എന്താണ് ബിസിനസ് അവർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ജിന്നൊക്കെ കമ്പനി പറഞ്ഞ ഒരു ആക്ടിങ് ഡയറക്ടർ. അതുമാത്രമല്ല ഒരു കമ്പനി CEO. അതുമാത്രമല്ല ഫിലിം, മൂവി ഡ്രാമ എടുക്കുന്ന കമ്പനി വെച്ച് റൺ ചെയ്യുന്നത്. അതുമാത്രമല്ല നിറയെ കമ്പനീസ് വെച്ച് റൺ ചെയ്യാണ്. നിറയെ കമ്പനീസ് ഉണ്ട്. മോഡൽ, ഷൂട്ട്, വീഡിയോ ഓരോന്ന് എടുക്കുന്ന ഒരു കമ്പനിയാണ് കമ്പനി. ആക്ടിങ് പഠിക്കുന്ന കമ്പനി വെച്ചാണ് റൺ ചെയ്യുന്നത്. അതുമാത്രമല്ല ആക്ടിങ് പഠിക്കുന്ന കോസ്റ്റ് എല്ലാം അതിലുണ്ട്. ഒരു കോളേജ് മാതിരി അത് പഠിപ്പിക്കുന്നത് കോളേജ് ഉണ്ട് റൺ ചെയ്യാം. നമുക്ക് ഷുഗറിനെ നോക്കാം. ഷുഗർ പറഞ്ഞ ഒരു ഫാഷൻ ഡിസൈനർ. അതെ, ഫാഷൻ ഡിസൈനർ ഏതേതോ ഡിസൈൻ വെച്ച് ജിന്നല്ല ഷുഗർ പറഞ്ഞ ഒരു ഫാഷൻ ഡിസൈനർ കമ്പനി വെച്ച് റൺ ചെയ്യാം. ഏതെല്ലാം ആക്ടിങ്, ഐഡൽ അങ്ങനെ നിറയെ ഗേൾസുകളിൽ വേണ്ടി ഷുഗറിൻ്റെ കമ്പനി വെച്ച് റൺ ചെയ്യുന്നതാണ്. ഷുഗർ അതിനാണ് ഫേമസ് ആണ്. ടോപ്പ് നമ്പർ 1 ഫാഷൻ ഡിസൈൻ കമ്പനി റൺ ചെയ്യാണ് ഷുഗർക്ക് പറഞ്ഞാൽ നിറയെ മോഡൽ ഡ്രസ് ഏത് ട്രഡീഷൻ വെച്ച് നല്ല സൂപ്പറായിട്ട് ഷുഗർ നല്ല ഡിസൈൻ ചെയ്യും. അതുമാത്രമല്ല ഷുഗർക്ക് നല്ല ഡ്രോയിങ് വെച്ച് നല്ല ഡിസൈൻ ചെയ്യും. നെക്സ്റ്റ് നമുക്ക് നഞ്ചുൻ പറഞ്ഞ ആറും ഒരു കമ്പനി വലിയ കോളേജ് വെച്ച് റൺ ചെയ്യുക. അതുമാത്രമല്ല കോളേജ് ബിസിനസ് പഠിക്കുന്ന കോളേജ് വെച്ച് റൺ ചെയ്യുക. കോളേജുണ്ട്, ബിസിനസ് കമ്പനി CEO. അതെ, മേക്കപ്പ് പ്രോഡക്റ്റ് ഏതെല്ലാം നല്ല സ്കിൻ ഓരോന്ന് ബിസിനസ് നല്ല ചെയ്യും. നമുക്ക് ജെ ഹോപ്പ് പറഞ്ഞ ഒരു ബെസ്റ്റ് ഡാൻസർ പറഞ്ഞ നല്ല ഡാൻസർ. അതുമാത്രമല്ല ഒരു കാർട്ടൂൺ വെച്ച് റൺ ചെയ്യും. അതുമാത്രമല്ല നല്ല സൂപ്പറായിട്ട് റൺ ചെയ്യും. അതുമാത്രമല്ല ഒരു ഡാൻസറാണ്, ബെസ്റ്റ് ഡാൻസിങ് പിന്നെ ഗെയിം അതെല്ലാം ഉണ്ടാക്കി റൺ ചെയ്യാം. കാർട്ടൂൺ ഗെയിമെല്ലാം നന്നായിട്ട് ഉണ്ടാക്കും. ഹാക്കിംഗ് ട്രിപ്പ് അതെല്ലാം അത് വെച്ച് റൺ ചെയ്യാണ് നമ്മൾ ജെ ഹോപ്പ്. നമുക്കിനി ജിമ്മിനെ നോക്കാം. ജിമ്മിന് വെച്ചിട്ട് റൺ ചെയ്യുന്നത് പറഞ്ഞ ബിസിനസ് ഇത് ജ്വൽസ് വെച്ച് കമ്പനി വെച്ചാണ് ജിമ്മിൻ റൺ ചെയ്യുക. ജ്വല്ലറീസ് അതെന്ന് ജ്വല്ലേഴ്സ് ഏതെല്ലാം ജ്വല്ലേഴ്സ് അത് വെച്ച് റൺ ചെയ്യുന്നത് ജിമ്മിൻ. അങ്ങനെ പറഞ്ഞ ഹെയർ സ്റ്റൈലിംഗ്, മേക്കപ്പ് അതെല്ലാം വെച്ച് മേക്കപ്പ് ചെയ്യുന്നത് ട്രെയിനിങ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഹെയർ സ്റ്റൈൽ ഏതെല്ലാം ഒരു സെറ്റാണ് അതൊരു കമ്പനി വെച്ചാണ് റൺ ചെയ്യുക. അതുപോലെ മ്യൂസിക് ക്ലാസ് എല്ലാം നന്നായിട്ട് പഠിപ്പിക്കും. അത് റൺ ചെയ്യുന്ന കമ്പനി ജങ്കുക്ക് പറഞ്ഞ ഒരു മോഡൽ പറഞ്ഞ ഒരു ആക്ടർ, ഒരു സിംഗർ പറഞ്ഞ ഐഡൽ കമ്പനി വെച്ച് ജങ്കുക്ക് റൺ ചെയ്യുന്നതാണ്. അതെ, ഐഡൽ കമ്പനിയാണ് ജങ്കുക്ക് റൺ ചെയ്യുന്നത്. ഇതിൽ 7 പേർ ടോപ്പ് ഫേമസ് കമ്പനി വെച്ച് റൺ ചെയ്യാണ്. നമ്മൾ ഹീറോയിനെ നോക്കാം. ഹീറോയിൻ ചബ്ബി ഗേളാണ്, ഇന്ത്യൻ ഗേളാണ്. 7 പേർ ടോപ്പ് ഫേമസ് ആണ്. ഹീറോയിൻ നോർമലാണ്. എല്ലാ ബോയ്സൊക്കെ ഹീറോയിൻ മേലെ ക്രഷ്. കാരണം ബ്യൂട്ടിഫുൾ ഗേളാണ് നമ്മളെ ഹീറോയിൻ്റെ പേരാണ് പ്രിയ പറയാതാണെങ്കിൽ അമ്മ പ്രിയ എന്തോ മമ്മി ഒരു ഡ്രീം കാണാൻ പറ്റില്ലല്ലോ. അയ്യോ നീ ഡ്രീം കണ്ടാവോ മമ്മി? മാമൻ കൂടെ ഡാൻസ് കളിക്കുന്ന ഡ്രീം കണ്ടതാ. ഇവളൊരു കാര്യം മമ്മി തമിഴിൽ മാമ എന്നല്ലേ ചെന്നേ, തെലുങ്കിൽ ബാവണ്ടേ ചെന്നല്ലേ. അയ്യോ ഇവളെ മണ്ടക്ക് പ്രിയ പറഞ്ഞക്ക് മോം എപ്പോൾ ആൻറ്റി വരൂ? അയ്യോ നീ എന്തിനമ്മ ഇങ്ങനെ പറയണ? പ്ലീസ് മമ്മി എപ്പോൾ ആൻറ്റി വരൂ?
എന്ന് പറയുന്നത് ഹീറോയുടെ ഡാഡി വന്നു. എന്തമ്മ നീ പറയണേ? എപ്പോൾ അച്ഛാ നിങ്ങൾ അനിയത്തി വരാൻ പോവാ? അയ്യോയ്യോ എന്തിനമ്മ ഇങ്ങനെ പറയണേ? പറയച്ച് അച്ഛാ. എന്ത് പറഞ്ഞൊരു കാര്യമുണ്ട്? അവൾ ലവ് മാരേജ് ചെയ്ത് അവൾ ഇവിടെ നിന്ന് പോയി. അച്ഛൻ എത്ര ടെൻഷനായിരുന്നു അറിയാം നിനക്ക്. ഹീറോയിൻ്റെ അവിടെ ഫ്ലാഷ് ബാക്ക്. മോമേ പ്ലീസ് മോം, അങ്കിൾ ആൻറ്റിൻ്റെ ലവ് സ്റ്റോറി പറയും പ്ലീസ് മോം എന്ന്. ഡാഡി പ്ലീസ് ഡാഡി ഇപ്പം പറയാതെ ഫ്ലാഷ് ബാക്ക്. അതിനായിട്ട് ഹീറോയിൻ്റെ അതെ ആൻറ്റി ഒരു ബോയിനെ ലവ് ചെയ്തായിരുന്നു. അങ്ങനെ പഠിക്കാൻ വേണ്ടി ഫോറിനിൽ പോയായിരുന്നു. അപ്പോൾ ഒരു ബോയിനെ കണ്ട് ആൻറ്റിയും ആൻറ്റിയുടെ പേര് ശ്വേത പറയാം, നമുക്ക് ശ്വേത തന്നെ പറയാം. ശ്വേത ഇങ്ങനെ കോളേജ് അച്ഛാ അമ്മേ ഞാൻ പഠിക്കുക പോവാ. ചേട്ടാ ശരിടാ നീ പഠിച്ചിട്ട് വാ. ചേട്ടൻ പറഞ്ഞു എൻ്റെ കൂടെ ഇല്ലമ്മാ ഞാനിവിടെ തന്നെ പഠിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചേട്ടൻ പറഞ്ഞിട്ട് പഠിക്കാൻ പോയി. അപ്പോൾ അവിടെ ഒരു ബിസിനസ് മാൻ ഇങ്ങനെ കണ്ടു. അങ്ങനെയായിട്ട് അവരെ കണ്ടു ലവ് ചെയ്തായിരുന്നു. എനിക്കെന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ കിൻ അങ്ങനെയായിട്ട് പറഞ്ഞു ലവ് ചെയ്ത് രണ്ടുപേരും ലവ് ചെയ്ത് അങ്ങനെ രണ്ടുപേരും ക്ലോസ് ആയിരുന്നു. അതുകൊണ്ട് അവർ പ്രഗ്നൻ്റ് ആയിരുന്നു. അങ്ങനെയായിട്ട് രണ്ടുപേരും ലവ് ചെയ്തായിരുന്നു. വീട്ടിൽ പറഞ്ഞ ഇങ്ങനെ മാരേജാണ്. അങ്ങനെയായിട്ട് അവർ രണ്ടുപേരും ലവ് ചെയ്തായിരുന്നു. അച്ഛൻ പറഞ്ഞ് എന്താ ചെയ്യാറില്ല രണ്ടുപേരും ലവ് ചെയ്തായിരുന്നു. അങ്ങനെയായിട്ട് ഇവർക്ക് രണ്ടുപേർക്ക് ലവ്ക്ക് അക്സെപ്റ്റ് കുറച്ച് പ്രശ്നമായിരുന്നു. അതുകൊണ്ട് രണ്ടുപേർക്ക് ശരി ഓക്കെ അത് മാരേജ് ക്യാൻസൽ ചെയ്ത് അവർ രണ്ടുപേർക്ക് മാരേജ് അയച്ചത്. അവർക്ക് ഇവർക്ക് വരാൻ പറ്റില്ല. അച്ഛമ്മ അവർ ലവ് സ്റ്റോറിയിൽ സൂപ്പറായിട്ടുണ്ട്. മാത്രം അവരെന്താ മമ്മി വരാതാ? ഇല്ലമ്മ അവരിലെ 7 ബോയ്സ് ബേബിയാണ്, അവർക്ക് വരാൻ പറ്റില്ല. എന്താമ്മ നീ പറഞ്ഞേ? അതേമ്മ എന്താ മമ്മി പറയണേ? 7 ബേബീസാ? അങ്ങനെ അതല്ല 7 ബോയ്സ് ഒരിക്കലും അമ്മ എന്ത് പറയണേ? അതേമ്മ കാണാൻ 7 പേര് ഭയങ്കര ഹാൻഡ്സമായിട്ടുണ്ട്. അമ്മ അവിടെ ഫോട്ടോസ് ഉണ്ടാ? ഫോട്ടോസ് എൻ്റെ ആൻറ്റി അയച്ചിട്ടുണ്ട്. ഫോട്ടോ ഞാൻ കാട്ടിത്തരാം. ഫോൺ അമ്മ എടുത്തിട്ട് വരാൻ പോയിരുന്നു. അമ്മ ഇവരെല്ലാം കാണാൻ ഹാൻഡ്സം ആയിട്ടുണ്ടല്ലോ. അതെ മോളെ എന്നെ ഫോട്ടോ കാട്ടിയായിരുന്നു. ഫോട്ടോ ഒക്കെ